വന്നിട്ട് ഒരു റെസ്പെക്ട് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നിങ്ങൾ സംസാരിക്കാൻ പല രീതിയിലും പലരും പല കമന്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ? കമന്റ് കണ്ടില്ല. അതെടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടു. നിന്റെ വട അതിന് മാത്രം വലിയ വടയാണോ? ചെറുതാണ് എന്നുള്ള രീതിയിൽ ചെറുതാണ്. എന്തായാലും അവരിപ്പോഴും ആ വടയിൽ തന്നെ നിൽക്കുകയാണ്. കാരണം അവർക്ക് ആ പേരങ്ങ് പിടിച്ചു പോയി. കാരണം നല്ല റീച്ച് കിട്ടി. ആദ്യം വടയെന്ന് പറയുമ്പോഴത്തേക്ക് അതങ്ങ് ക്ലിക്കായി. തൻ്റെ വട കാണിക്കുന്നതിലായിരുന്നു അന്ന് അവർക്ക് ശ്രദ്ധ. പക്ഷെ ഇപ്പോഴും അവർ ആ വടയിൽ തന്നെ നിൽക്കുകയാണ്. എൻ്റെ വട ചെറുതല്ലേ, അയ്യോ അങ്ങ് ചെറുതായിപ്പോയി. ഇതുപോലെ ഞങ്ങളൊക്കെ പറയുമ്പോൾ പറയും ഞങ്ങൾക്ക് അസൂയ ആയതുകൊണ്ടാണ്, ഞങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് പറയും. ഇതുപോലെ നിങ്ങൾ രംഗത്ത് വരണം. അഭിനയ ലോകത്തുള്ള ഓരോ സ്ത്രീകളും ഇവർക്കെതിരെ രംഗത്ത് വരണം. കാരണം അഭിനയം എന്ന് പറയുന്ന നല്ല ഒരു കലയെ തന്നെയാണ് ഇവർ ഇല്ലായ്മ ചെയ്യുന്നത്. ഒരു ആൽബത്തിന്റെ പേരിൽ, ഷൂട്ട് എന്ന പേരിൽ ഇവർ കാണിക്കുന്ന ആ കലയെ തന്നെ കൊല്ലുന്ന ഒരു സംഭവമാണ് ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ കാണിച്ചു കൂട്ടുന്നത്. ഷൂട്ടെന്നും പറഞ്ഞ് പോവുക, കുറച്ച് ആണുങ്ങളുമായിട്ട് നിൽക്കുക, എന്നിട്ട് മറ്റു പലതും കാണിക്കുക, ഇതുപോലെ അശ്ലീലം നിറഞ്ഞ സംസാരങ്ങൾ ചെയ്യുക. ആദ്യം ഇവർ ഇതുപോലെ തന്നെ പറഞ്ഞു, അത് നല്ലതുപോലെ റീച്ച് കിട്ടി. അവസാനം വീണ്ടും അവരത് തന്നെ പറയുന്നു. ഒറ്റയ്ക്ക് പടവെട്ടി ഇവിടം വരെ എത്തിയ ഒരു സ്ത്രീയാണ് ഈ മഞ്ജു പത്രോസ്. ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മകനുണ്ട്. ആ മകനെ നല്ല അന്തസ്സായിട്ട് പഠിപ്പിക്കുന്നു. ഒരു വീട് വെച്ച് ഒരു പെണ്ണിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറം അവർ ജോലി ചെയ്ത് നല്ല അന്തസ്സായിട്ട് അവർ നോക്കുന്നുണ്ട്. അവർ നിങ്ങളെ പോലെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് അശ്ലീലം നിറഞ്ഞ സംസാരിക്കുകയും ഇതുപോലെ നിങ്ങളെ പോലെ വൃത്തികേടുകൾ പറയുകയും വൃത്തികേടുകൾ കാണിക്കുകയും കണ്ട ആണുങ്ങളുമായിട്ട് ഷൂട്ട് എന്ന പേരിൽ ഇതുപോലെ ആഭാസത്രങ്ങൾ കാണിക്കുകയും അല്ല ചെയ്യുന്നത്. ഈ കലയെന്ന് പറയുന്നത് അത് വളരെ ബഹുമാനത്തോടെ ഭക്തിയോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് കലയെ സ്നേഹിക്കുന്നവർക്ക് പറ്റും. അല്ലാതെ നിങ്ങൾ പൈസയും റീച്ചും ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് ഈ കല എന്ന് പറയുന്ന സൃഷ്ടിയെ നിങ്ങൾ കാണുന്നത് കൊണ്ടാണ്. 100% വരെ നിങ്ങൾക്ക് അഭിനയിക്കാൻ യാതൊരു കഴിവില്ല. ഏത് സീൻസ് എടുത്താലും നിങ്ങളുടെ മുഖത്ത് വരുന്ന ഒരേ ഒരു ഭാവം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഈ കലയെന്ന് പറഞ്ഞാൽ യാതൊരു കഴിവില്ലാത്തൊരു സ്ത്രീയാണ്. എന്നിട്ട് അതുകൊണ്ടാണ് കഴിവില്ല, ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അശ്ലീലം പറയണം. അപ്പം അങ്ങനെ നെഗറ്റിവിറ്റിയിലൂടെ പിടിച്ചു നിൽക്കണം ഈ ഒരു ഫീൽഡിൽ. അതുകൊണ്ട് മാത്രമാണ് ഈ സ്ത്രീ ഇത്രയും വൾഗറായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്നത്. നമ്മുടെയൊക്കെ അടുത്തൊരു പുരുഷൻ വന്ന് അനാവശ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണോ നമ്മൾ പ്രതികരിക്കുന്നത്? ഒരു പുരുഷനും നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. ചോദിക്കാൻ അവൻ്റെ നാക്കും മുതിരത്തില്ല. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം അവർ കൊടുത്തിട്ടാണ് ഈ വക വർത്തമാനങ്ങൾ, അത് മൈക്കും പിടിച്ച് ക്യാമറ ഓൺ ചെയ്ത് ഈ വക ചോദ്യങ്ങൾ അവർ ചോദിച്ചിരിക്കുന്നത്. അതിന് നല്ല ചിരിച്ച് ഉത്തരം പറയുമ്പോൾ വീണ്ടും അടുത്ത ചോദ്യങ്ങൾ വരും. ഇതിനെക്കാട്ടിലും വലിയ ചോദ്യങ്ങൾ വരും. ഈ സ്ത്രീയെ വളർത്തുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. നമ്മൾ പറയും അവർ കുടുംബം പോറ്റാനാണ്, ഒരു വിധവയല്ലേ. എന്ത് വിധവ? എത്ര വിധവകളാണ് നാട്ടിൽ മാന്യമായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നത്? എൻ്റെ കൂടെയും ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഭർത്താവ് മരിച്ചതും ഡിവോഴ്സ് ആയതുമായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ അറിവിലും. പക്ഷെ അവർ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നുണ്ട്. ആരുടെയും മുന്നിൽ തുണി ഉരിയാതെ, ആരുടെയും മുന്നിൽ ഇതുപോലെയുള്ള അശ്ലീലം പറഞ്ഞല്ല അവർ കാശുണ്ടാക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ സ്ത്രീയും ഈ സോഷ്യൽ മീഡിയയിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. അവരും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം? അവർ മെമ്പർഷിപ്പ് എടുപ്പിച്ച് അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ചു അശ്ലീലം പറഞ്ഞും അവർ കാശുണ്ടാക്കുന്നു. ഈ സ്ത്രീയും അത് തന്നെയാണ് ചെയ്യുന്നത്. മെമ്പർഷിപ്പ് ഇല്ല, ഇത് പിന്നെ ഓപ്പൺ ആണ്, ഏത് പട്ടിക്കും വന്ന് കാണാം എന്ന രീതിയിൽ ഇത് ഓപ്പൺ ആണ്. അന്നങ്ങ് പറയുകയല്ലേ, പിന്നെ അങ്ങ് കാണിക്കുകയല്ലേ. ഏത് റീൽസിലാണ് ഇവരുടെ ശരീരഭാഗം കുറച്ചെങ്കിലും കാണിക്കാത്ത? അപ്പൊ അവർ മനഃപൂർവ്വം അത് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? റീച്ചിനും നെഗറ്റിവിറ്റിക്കും വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെയുള്ള സ്ത്രീക്ക് എന്ത് അഭിമാനമാണ്? ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഏകദേശം കുറച്ച് പേരൊക്കെ പൊഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴും ഉണ്ട് വാലാട്ടികളായിട്ട് നമ്മളെ തെറി വിളിക്കാനായിട്ട് കുറച്ചെണ്ണം വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവളുടെ അതേ സ്വഭാവത്തിൽ ഇവളുടെ അതേ രീതിയിൽ ജീവിക്കുന്നവരാണ്. അല്ലാത്തവരാരും ഇവളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അവരെന്ത് ജോലി ചെയ്യണം, ഏത് ജോലി ചെയ്യണം എന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ സമൂഹത്തിന് ദോഷമായിട്ട് വരുന്ന രീതിയിൽ ഇവർക്ക് പ്രവർത്തിക്കാതിരുന്നൂടെ? ഇവരെ ആരും എടുത്ത് ട്രോളത്തില്ല, ഇവരെ ആരും എടുത്ത് വിമർശിക്കത്തില്ല. ഇവർ അവരുടെ രീതിയിൽ റീൽസും ചെയ്ത് അവരുടെ രീതിയിൽ ഷോർട്ട് ഫിലിമോ ആൽബമോ എന്ത് കുന്തെങ്കിലും ചെയ്ത് ഇവർക്ക് ജീവിച്ചാൽ പോരെ? ഇവരതൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് എന്താണ്? ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെ അവരുടെ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യുക, കണ്ട ആണുങ്ങളുമായിട്ട് കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങൾ കാണിക്കുക, ഇൻറ്റിമസി നിറഞ്ഞ കാര്യങ്ങൾ കാണിക്കുക, അതുപോലെ തന്നെ ഇതുപോലെയുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുക. ഇതൊക്കെ എന്ത് മെസ്സേജാണ് ഈ സമൂഹത്തിന് ഇവർ കൊടുക്കുന്നത്? നാളെ ഈ കൊച്ചു ചെറുക്കൻ വളർന്ന് മേലോട്ട് വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കൊച്ചു ചെറുക്കൻ ചോദിക്കും. ഇന്നതിന് പക്വതയില്ല, ഇന്നതിന് അറിവില്ല, ചെറിയ കുട്ടിയാണ്.
പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് കഴിയട്ടെ, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വീഡിയോകളെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കിടക്കും. എന്നെങ്കിലും അവൻ്റെ കണ്ണിൽ പെടുമ്പോൾ അവൻ ചോദിക്കും നാളെ തിരിഞ്ഞു നിന്ന്. അന്ന് ആരും ഉണ്ടാവത്തില്ല. ഇവർക്ക് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ വന്ന് ഇതുപോലെ ശരീരം വിറ്റ് ഇതുപോലെ അശ്ലീലം പറഞ്ഞ് ജീവിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും കഥ ഇത് തന്നെയായിരിക്കും. നാളെ ഒരു സമയത്ത് ഈ ഇതെല്ലാം തിരിഞ്ഞു കുത്തും. ഇന്ന് കിട്ടിയ റീച്ചും ഇന്ന് കിട്ടിയ പണവും ഒന്നും അന്ന് രക്ഷയായിട്ട് വരത്തില്ല. അന്ന് തല കുമ്പിട്ട് ഈ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. 100% ഉറപ്പാണ്. ഈ ഒരു ഒറ്റ സ്ത്രീ കാരണം നമ്മൾ ആൽബം എന്ന് പറയുന്ന അതുപോലും വെറുത്തു പോവാണ്. ഇപ്പൊ ആൽബം എന്ന് പറയുമ്പോൾ ഈ രേണുസുധിയുടെ പേക്കൂത്തുകൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, നമ്മൾ ഓർത്തെടുക്കുന്നത്. ആൽബം എന്ന് പറയുന്ന ആ ഒരു കലയെ തന്നെ നമ്മൾ വെറുത്തു പോകുന്ന ഒരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഈ രേണുസുധി എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് അവർക്ക് ജീവിക്കണ്ടേ, അവർ വിധവയല്ലേ, മക്കളെ വളർത്തണ്ടേ. എന്ത് വിധവ, എന്ത് ദാരിദ്ര്യമാണ് ഈ സ്ത്രീക്കുള്ളത്? ഇവർ ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്ന് ആരും പറയത്തില്ല. ഇവർക്ക് നല്ല ഒരു വീടുണ്ട്, ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസം 24 എന്ന് പറയുന്ന ചാനൽ ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ ആകെ ഇവർക്ക് വേണ്ടത് ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളതും ഇവരുടെ വസ്ത്രത്തിന്റെയും കാര്യങ്ങൾ മാത്രമാണ്. ഒരു ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വീട് വെച്ചതിന്റെ പേരിലാണെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാട്ടം നടത്തി ജീവിക്കേണ്ട ഗതികേടുണ്ടോ? അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റൂ? ഇതില്ലാത്തവർക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ നിഷാന നിച്ചുവും ഈ രഹ്ന ഫാത്തിമയും അങ്ങനെയുള്ള സ്ത്രീകൾ കാണിക്കുന്ന പോലെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഒരു മെമ്പർഷിപ്പ് എന്നൊരു ഓപ്ഷൻ വെക്കുക. എന്നിട്ട് അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ ഈ പറഞ്ഞ സാധനങ്ങൾ തുറന്ന് കാണിച്ച് ഈ പറഞ്ഞ അശ്ലീലം നിറഞ്ഞ വർത്തമാനങ്ങളും പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് പണം ഉണ്ടാക്കി ജീവിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൊച്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. വരും തലമുറകൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ഈ സോഷ്യൽ മീഡിയ. ആ കുഞ്ഞു തലമുറയെങ്കിലും ഒന്ന് വെറുതെ വിട്. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കൊച്ചുങ്ങളെയോ നിങ്ങൾ ഓർക്കുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് ദയവ് ചെയ്ത് ഇതുപോലെയുള്ള കോപ്രായങ്ങളും ഇതുപോലെയുള്ള ആഭാസത്രങ്ങളും കാണിക്കാതിരിക്കുക. പൊന്നു സ്ത്രീയെ അപേക്ഷിക്കുകയാണ്.